ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇളനീർ പായസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇളനീർ വെച്ചിട്ട് ജ്യൂസ് ആയാലും പുഡിംഗ് ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ഇളനീറിൻ്റെ പായസവും നല്ല ടേസ്റ്റുള്ളൊരു പായസമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അധികം കുക്കിംഗ് ആവശ്യമില്ലാത്തൊരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ ഒരു സോസ് പാനിൽ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സാബൂനരി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. സാബൂനരി ചൗവരി എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. സാബൂനരി ചേർക്കാതെയും ഈ പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പേഴ്സണലി എനിക്ക് സാബൂനരി ചേർത്തിട്ടുള്ള പായസമാണ് ഇഷ്ടം. അപ്പോൾ സാബൂനരി ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ തീരെ തീ കത്തിക്കാത്ത ഒരു പായസമായിരിക്കും കേട്ടോ ഇത്. സാബൂനരി നന്നായിട്ട് വെന്തതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഇതിൽ വറ്റിയിട്ടുണ്ട്. അപ്പോൾ സാബൂനരി ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. 2 ഇളനീര് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇളനീരിൻ്റെ കഴമ്പ് ഇവിടെ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു 1/4 കപ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളനീരൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇളനീരിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഇളനീർ വെള്ളത്തിൽ നിന്ന് അല്പം ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സാബൂനരി ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇളനീർ വെള്ളം നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുഴറ്റി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ജാറിലുള്ള നമ്മൾ അരച്ചതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോന്നോളും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലും പിന്നെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ കഷ്ണം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മധുരം നോക്കിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള പായസത്തിൻ്റെ പരിപാടി. ഇനി ഇതിലേക്ക് ഞാൻ വേറെ ഫ്ലേവറുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഏലക്കായുടെ ആ ഒരു ഫ്ലേവർ ആവും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഇളനീറിൻ്റെ ആ ഒരു ഫ്ലേവറിൽ തന്നെയാണ് ഈ ഒരു പായസം നല്ലത്. ഇതുപോലെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊന്ന് മെൽറ്റ് ആയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്